ഹായ് നമസ്കാരം, എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ? വയനാട് എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിയുക്തി ജോബ് ഫെയറിനെ കുറിച്ചിട്ടാണ്. കൂടുതൽ ഒരു 50% ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടാവും. ജോബ് സീക്കേഴ്സ് അറിയാത്തവരുണ്ടാവും. തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഗവൺമെൻറ് ഇതിലൂടെ തരുന്നത്. ഇപ്രാവശ്യം നിയുക്തിയുടെ ജോബ് ഫെയർ നടക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. ഓഗസ്റ്റ് 31-നാണ് ജോബ് ഫെയർ നടക്കുന്നത്. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് പങ്കെടുക്കുന്ന ജോബ് ഫെയർ ആണ്. എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ പരമാവധി പങ്കെടുക്കണം കേട്ടോ. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈയിടെ ഇട്ട ഫെഡറൽ ബാങ്കിൻ്റെ ജോബ് വേക്കൻസിയുടെ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, പിൻ ചെയ്തേക്കാം. അതുകൂടെ ഒന്ന് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത് നിയുക്തി നിങ്ങൾ ആദ്യം നിയുക്തിയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ തന്നിരിക്കാം. അതിലെന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലോഗിൻ ചെയ്യാനുള്ള യൂസർ IDയും പാസ്വേഡും സെറ്റ് ചെയ്യാൻ പറയും. അതിലെന്ത് ചെയ്യുക? നിങ്ങൾ യൂസർ IDയും പാസ്വേഡും സെറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതുപയോഗിച്ച് ജോബ് സീക്കേഴ്സ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന, അല്ല ജോബ് സീക്കേഴ്സ് ലോഗിൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കമ്മിങ് സ്ലൈഡിൽ കാണിച്ചു തരാം. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പിൻ്റെ എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കി എന്നീ 4 ജില്ലകൾ ഉൾപ്പെടെ എറണാകുളം മേഖലയിലെ മെഗാ ജോബ് ഫെയർ നിയുക്തി 2024 എറണാകുളം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ കുസാറ്റിൻ്റെ സഹകരണത്തോടെ ഓഗസ്റ്റ് 31-ന് കുസാറ്റ് ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. 18 മുതൽ 45 പ്രായപരിധിയിലുള്ളവർക്കാണ് അവസരം. SSLC, +2, ഡിഗ്രി, PG, ITI, ഡിപ്ലോമ, BTech, പാരാമെഡിക്കൽ തുടങ്ങിയ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. സ്വകാര്യ മേഖലയിൽ നിന്നും IT, ടെക്നിക്കൽ, സെയിൽസ്, ഓട്ടോമൊബൈൽസ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, അഡ്വർടൈസിംഗ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, പ്രമുഖ റീറ്റെയിലേഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളിലായി 100-ൽ പരം പ്രമുഖ ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽമേളയിൽ 5000-ലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. വിവിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പ് മുഖേന സൗജന്യമായി ഒരുക്കുന്നതാണ് ഈ അവസരം. വെബ്സൈറ്റ് ഇതിൽ സ്ലൈഡിൽ കാണിച്ചു തരാം. അതുപോലെ താഴെ ഞാൻ പിൻ ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു യൂസർ IDയും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയുള്ള ജോബ് സീക്കേഴ്സിനെ ആണ്, നിങ്ങൾക്ക് എങ്ങനെയുള്ള ജോലിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും? അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാം രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തുമല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ആവും. ഇന്ന് വരെ അത് ആയിട്ടില്ല. ഇന്ന് വരെ അത് നമ്മുടെ സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മളുടെ വീഡിയോയിൽ അടുത്തൊരു ചെറിയൊരു ഷോർട്ടായിട്ടെങ്കിലും അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുവരെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല, കാരണം എല്ലാവരും രജിസ്റ്റർ ചെയ്യണമല്ലോ. ആക്ച്വലി ഇതിന് ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പരമാവധി എല്ലാവരും നേരത്തെ തന്നെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ്, എപ്പോഴും ഞാൻ പറയുന്നു, ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ഏതൊക്കെ നിങ്ങൾ പ്രിഫർ ചെയ്തിരിക്കുന്ന സെക്ടേഴ്സ് കാണുമല്ലോ, ഏതൊക്കെ മേഖലയിലേക്കുള്ളതാണെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം അവർ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും. ആ ടൈമിലായിരിക്കും നമുക്ക് എന്ത് വരിക? ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്കഷനോ ഒക്കെ, ഗ്രൂപ്പ് ഡിസ്കഷനോ ഒക്കെ ഉണ്ടാവുക. ഓക്കെ, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി കമ്പനി. അത് ഏത് കമ്പനിയിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഫർദർ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.